അതായത് പിന്നെ നമ്മ നാട്ടിൽ നിന്ന് കാസർഗോഡ് നിന്ന് ഒരു സ്ഥലത്തേക്ക് വന്നു, കാസർഗോഡ് ഇവിടത്തേക്കായിട്ട് വന്ന് എവിടെന്നറിയോ ഞാൻ പറയാം അത് അനക്കറിയില്ല. സമീർ കാറിന് ഭയങ്കര ടേസ്റ്റ്, പിന്നെ ഭയങ്കര മീനെല്ലാം ഭയങ്കര എന്നെല്ലാം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് ദുൽഖർ മമ്മൂട്ടിയില്ല അടുത്തേക്ക് ഇല്ലപ്പാ. അപ്പൊ പോയിട്ട് നോക്കിയിട്ട് തന്നെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് പറയാ. എന്റെ കറക്റ്റ് അഭിപ്രായം ഞാൻ പറയൂട്ടാ. പിന്നെ സെമീർക്ക് എങ്ങനെ പറയുമെന്ന് അറിയില്ല, കാരണം സെമീർക്ക് പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലേ മീർക്ക? ആമിര ഓർക്കുന്നയാ? ആമിര അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ ഫസ്റ്റ് വീട് ആമിര ഒരു മിനിറ്റ് എന്താ അപ്പൊ ഇവിടെ കീശ എന്തിപ്പോ കാര്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ കണ്ണാടി ഇടാണ്ടിരിച്ചു അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് മോഡ് ചെക്കൻ സെമീർക്ക. ഇത് വേറെ മോഡ് തന്നെ, ഇത് പാട്ടേറെ. ഓക്കെ വരുന്ന ഇത് ഇന്റർനാഷണൽ സ്മാൾബർഗ്. ആകെ 3 കിലോമീറ്റർ, സോറി 3 മിനിറ്റ് 1.5 കിലോമീറ്റർ. ഇത് സാറിന്റെ ഫോൺ കേട്ടോ. എല്ലാവരും ഫോൺ എന്തെല്ലാം എന്റെ ഫോൺ കാണിക്കാൻ എന്റെ ഫോൺ പറയുന്നെല്ലാം പറയുന്നുണ്ട്. ഒരു താറുണ്ട്, അവന്റെ ഒരു വണ്ടി ഉണ്ട്, ഒരു പേരിട്ടിട്ടുണ്ട് ബിമ്മർ എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ ബമ്മർ ആകുമ്പോ അങ്ങനെ ചന്ദ്രട്ടന് ചായക്കടക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ശ്രീ തുളസിയിൽ കാവ് ഭഗവതി ക്ഷേത്രം. ഇത് ഇത്ര ഭയങ്കര ഫേമസ് ഇട്ടത്. അപ്പൊ അങ്ങോട്ടേക്ക് പോടാ. ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇവിടെ വന്നവര് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് കാസർഗോഡ്, ഇത് ഇവിടെ കോഴിക്കോട്. നല്ല ഉണ്ട് വണ്ടി. പക്ഷേ മൂവാറ്റുപുഴ നിർത്തി കഴിക്കാനാ? മൂവാറ്റുപുഴ ഏത് ജില്ല? എറണാകുളത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നു. എന്റെ പൊന്നെ, പരിചയപ്പെട്ടിട്ട് നന്ദി. ഹായ്, അടിപൊളി കേട്ടോ. കാണാം നമുക്കപ്പോ. ഏടാ നിക്ക്, ചാളി ഫുള്ള് കേട്ടോ മഴ പെയ്തിട്ട്. ആമിര നിക്ക്, ഇത് വേറെ ലെവലിടാ. ഇത് മറ്റേ മറിമായത്തിൽ മറ്റേ ഇതില്ലേ, മറിമായത്തിൽ ഒരു ഇതുണ്ടായിരുന്നു സെമീർക്ക, വളപ്പിലെ തട്ടേടാ എന്ത് അതേ ഇതേ. ഇത് വേറെ ലെവൽ. ഇതേടോ അയാൾ ഈ ഭയങ്കര സംഭവമല്ലോ. അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ആൾക്കാരെ വിളിച്ചു വരുത്തണമെങ്കിൽ അയാൾക്ക് എന്തോ ആകർഷണമായ എന്തോ കാര്യമുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ എറണാകുളത്ത് നിന്ന് കാസർഗോഡ് നിന്നെല്ലാം ഇവിടത്തേക്ക് വരുമോ? സെമീർക്ക താങ്ക്സ് കേട്ടാ ഇങ്ങനത്തെ ഒരു ഇതാക്കിയതിന്. ഇത് വന്നില്ലേ നഷ്ടാട്ടേനു. എറണാകുളത്ത് നാള് വന്നിട്ട് നമ്മ വന്നില്ലെങ്കിൽ മുണ്ടാതിക്ക് പെണ്ണുങ്ങളെ കണക്ക് പിരി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര തിരക്ക് കേട്ടാ. അപ്പം തിരക്കറിന ഫുള്ളാള്. ഇത് ചെറിയ പോരാൻ. ഇത് അതാണ് ചന്ദ്രട്ടൻ്റെ ചായക്കട. അതാണ് ചന്ദ്രട്ടൻ. ഇതന്നെയാടാ ചന്ദ്രട്ടൻ ഇത് തന്നെയാ. ഫുള്ളാള് കേട്ടാ, ഫുള്ളാള്. സീറ്റ് ഇടാൻ ടൈം എടുക്കും തോന്നുന്നു അല്ലേ. പിന്നെ ഇവിടെ സീറ്റ് കിട്ടണമെങ്കിൽ അടുത്ത് വന്നിട്ട് തന്നെ നിൽക്കണം. വേറെ ആൾക്ക് മുമ്പ് തീരാനാകുമ്പോൾ ഞാൻ സെമീർക്ക് ഒരാളെ കണ്ടോട്ട് ഓനും ഇവരെല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാം. മീനാണ് വേണ്ടത് നമുക്ക്. ഒന്ന് സെറ്റാക്കി തരുമോ? ഇപ്പൊ എന്ത് ടൈം 5 മിനിറ്റ് എടുക്കുമല്ലേ? ഭയങ്കര തിരക്ക് കിട്ടുക. അപ്പം 5 മിനിറ്റ് ടൈം എടുക്കും എന്ന് പറഞ്ഞു. പിന്നെ ഫുഡ് റെഡിയാണ്. ഇത്ര കസ്റ്റമർ അയില വാങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് നമ്മ അയില വാങ്ങി. കാരണം വാങ്ങണ്ടെന്ന് പറഞ്ഞത് വാങ്ങിയിട്ട് ടേസ്റ്റ് നോക്കാമല്ലേ. എന്ത് പറയും സെമീർക്ക? അപ്പം അതാണ് ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. വാങ്ങണ്ടെന്ന് പറഞ്ഞ സാധനം വാങ്ങി. കാരണം അവരിഷ്ടമായിരിക്കില്ല നമ്മളിഷ്ടം. നമ്മൾ നോക്കിയിട്ട് നമ്മളെ അഭിപ്രായം പറയും. പിന്നെ പായസം വന്ന്, ഇല വന്ന്, ചോറ് മാത്രം വന്നിട്ട. അതെ നല്ല പാൽപ്പായസം. ടേസ്റ്റ് നോക്കാം. എങ്ങനെയുണ്ട്? പറയാൻ വാക്കുകളുണ്ടാ? ചോറ് വന്ന് വലിയ കലത്തിൽ കൊണ്ടുവന്ന ചോറ്. അടുത്തതായിട്ട് സാമ്പാർ.
പീസില്ലേ അല്ല അടുത്തതായി പപ്പടം പപ്പടം എറിയുന്നുണ്ട് പപ്പടം പൊള്ളുന്നു കേട്ടോ ഇത് എന്ത് അച്ചാറ് പിന്നെ 2-3 എന്തോ കറി എല്ലാം കൂട്ടിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം പടവലങ്ങ ഇതാണ് സംഭവം പിന്നെ അടുത്ത് മീൻ വന്നപ്പോ ഏത് മീൻ നോക്കാം മീൻ ഒന്നുണ്ട് എന്താ മസാല പോരാന്നാ പറയുന്നത് സെമിർക്ക നോക്കിയ സെമിർക്ക മീൻ കൂട്ടിക്കൂടാ മീൻ കൂട്ടിച്ച് പറയല്ലോ അഭിപ്രായം മീൻ മാത്രം തിന്നല്ലോ എനിക്ക് മോശമില്ലായിട്ട് തോന്നിനി ഭയങ്കര ഹൈപ്പിനൊന്നുമില്ല മോശമില്ലായിട്ട് സൈല് പറഞ്ഞ മസാല പോരാന്നാണ് എങ്ങനെയുണ്ട് സെമിർക്ക സൈലിന് ആമറ ഉപ്പ് പറ്റിയിട്ട എനിക്കൊന്നും പിന്നെ പറ്റില്ല ഇത് ചന്ദ്രേട്ടൻ്റെ ചായക്കട കോഴിക്കോട് വന്നിട്ടുള്ളൊരു അനുഭവം പറയുന്നത് അതായത് ഒരാൾ മീൻ മേടിക്കണ്ട അയില മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടേ അത് കറക്റ്റാണ് അയാൾ പറഞ്ഞത് അതായത് അയിലെന്ന് പറഞ്ഞ ഒരു മോശമായി ഭയങ്കര ചീഞ്ഞ പഴയ പോലെയാണെന്നില്ല ഒന്നത് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വലിയ ടേസ്റ്റൊന്നുമില്ല ഫുഡ് അത്ര ആൾ പോകുന്നതിലൊരു ഭയങ്കര സംഭവമൊന്നുമല്ല അത് രണ്ടാമത്തേത് പിന്നെ ഞാൻ കഴുകാൻ പോയിട്ടാകുമ്പോൾ ഞാൻ നോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കഴുകാൻ പോയാൽ ഒരു 90% ആൾക്കാരും പറഞ്ഞ് എന്നീട് വരാനൊന്നുമില്ല അതായത് മറ്റുള്ളവൻ്റെ വ്ളോഗ് കണ്ടിട്ട് ഈ വ്ളോഗർമാർ പൊട്ടന്മാരാക്കുന്നില്ലേ ആ പൊട്ടന്മാരായത് നമ്മടക്കാന്ന് ഈ നമ്മടക്കം നമ്മളോട് ചോദിക്കണം ഇങ്ങനത്തെ വീഡിയോ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോയിട്ട് തിന്നൂടാ ഇത്രയെല്ലാം ദൂരം വന്നിട്ട് തിന്നത് ശരിക്കും അതിനൊരു അർത്ഥമൊന്നുമല്ല കേട്ടോ ഇത് ശരിക്കും ഇത്ര വന്നിട്ട് തിന്നേണ്ട ഒരു സംഭവം ഒന്നല്ല ഇത് ഇങ്ങോട്ട് അപ്പം ആൾത്തില്ലടാ അതിലിടാ അപ്പം അത്രയും തിന്നാനില്ല അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാളുണ്ട് അയാൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്നറിയാത്ത രീതിയിലാണ് ഞാൻ അവിടെ പലരോടും പെരുമാറുന്നത് കണ്ട ഒരു മാസ്ക് ഇട്ടിട്ട് അയാൾ ചിരിക്കില്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് തോന്നുന്നു മാസ്ക് ഇട്ടിട്ട് ഒരു കടക്ക് പിടിച്ചിട്ട് ആൾക്കാരോട് ഒരു കടക്ക് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് എനിക്ക് ചന്ദ്രേട്ടൻ ജസ്റ്റ് ഒന്ന് വന്നു ചന്ദ്രേട്ടൻ വയസ്സായ ആളെന്ന് തോന്നുന്നു അയാൾ വന്നിട്ട് ജസ്റ്റ് പോയി അപ്പോൾ തന്നെ അയാൾ നിന്നിട്ടേയില്ല അപ്പോൾ തോർത്ത് തൽക്കാലം ഇട്ടിട്ട് വന്ന് അയാളപ്പം തന്നെ പോയി പക്ഷെ ഇയാൾ ഒരു ആൾക്കാരോട് ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്ന ആൾക്കാർ പിന്നെ അവിടെ കുറേ സ്റ്റാഫുണ്ട് ആര് ചിരിക്കുന്നു ഒരു ഉത്സാഹം ഒരു സന്തോഷത്തിലൂടെ പണിയെടുക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ട് അതിൽ ഒരുത്തനുണ്ട് ഒരു ചെറിയ പ്രായമുള്ളൊരു ചെക്കന് ഒരു മാസ്ക് ഇട്ടിട്ടുണ്ട് പക്ഷെ ആ ചെക്കൻ കുറച്ചും കൂടി നല്ലൊരു ഉഷാറായിരുന്നു കേട്ടോ അപ്പം ഇത്രയാണ് ചന്ദ്രേട്ടൻ്റെ ഇനി ബാക്കിയിൽ പിന്നെ വീഡിയോ അടുത്ത കൊച്ചിയിലത്തെ വീഡിയോ